Hello my cooking lovers, welcome back to our channel. New video. അപ്പോൾ 2023 ആദ്യത്തെ വീഡിയോ ആണ്. തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ കാമ്പിൻ്റെ പിക്കിളാണ് ഇന്നത്തെ വീഡിയോ. ഏകദേശം ഒരു മാസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ഈ ഒരു പിക്കിൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മണ്ട അല്ലെങ്കിൽ കാമ്പ് പിക്കിൾ. തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ കാമ്പ്, അതാണ് ഈ കാണുന്നത്. നമ്മൾ തെങ്ങ് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ ഉണ്ടാവില്ലേ, അതാണ് ഈ സാധനം. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇത് നമുക്ക് ചുമ്മാ കഴിക്കാനും നല്ലതാണ് കേട്ടോ. നമ്മൾ കുറേയൊക്കെ കഴിച്ചു. അതിന് ശേഷം ബാക്കിയുള്ളതാണ് അച്ചാറിടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. വെറുതെ കളയണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അതുപോലെ ഇതിൻ്റെ പൂക്കളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ലേഹ്യം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ കാമ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ തെങ്ങ് മുറിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് തരും. നല്ല വലിയ പീസാണ്. അപ്പോൾ തെങ്ങ് നമ്മളെപ്പോഴും എന്തെങ്കിലും കാരണം അത് ഒന്നുകിൽ അത് കേടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആവശ്യത്തിന് വേണ്ടി മുറിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് തെങ്ങ് ഏകദേശം അതിൻ്റെ ഇങ്ങനെ ചുമ്മാ കരിക്കിങ്ങനെ വാടി വീഴുന്ന കണ്ടപ്പം അതിൻ്റെ മുകളിൽ എന്തോ പുഴുവോ എന്തോ കയറിയത് കൊണ്ട് പിന്നെ അത് മുറിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ മുറിച്ചതാണ് ഈ ഒരു തെങ്ങ്. അപ്പോൾ അതിൻ്റെയാണ് ഈ കാമ്പുള്ളത്. അപ്പോൾ നല്ല തേങ്ങ കുറേ ഉണ്ടാവുന്ന ഒരു തെങ്ങായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തോ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ, അതുപോലെ. ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങനെ കഴിക്കാൻ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ഒരു ടേസ്റ്റ്, ഒരു ഇളനീരിൻ്റെ ഒരു ടേസ്റ്റും മധുരമൊക്കെ ഉള്ളൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്കിൾ റെഡിയാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെക്കുക. അതിനകത്തൊട്ട് ഞാനിപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇപ്പോൾ ഒരു പിക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചെറുതായി ചൂടായി കഴിയുമ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാമ്പുണ്ടല്ലോ, അത് ഇതിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ. നമ്മൾ ചേന പിക്കിളൊക്കെ ഉണ്ടാകുമ്പോൾ ചേന കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, അതുപോലെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ ഇതിനകത്തൊരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കാമ്പൊക്കെ കട്ട് ചെയ്തത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5-10 മിനിറ്റ് നമ്മളിത് ഒന്ന് ഇളക്കി വാട്ടിയെടുത്താൽ മതിയാവും. നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ ഇതിൻ്റെ കളറ് ഒരു റെഡ് കളർ പോലെയാണ് കാണുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഇത് അച്ചാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരിച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും തീരെ ഇല്ലാത്ത പോലെ ആവരുത്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഈ ഒരു എണ്ണയിൽ വാട്ടിയെടുക്കാം. നിങ്ങൾക്കിത് 2 രീതി ചെയ്യാം. ഇത് നമ്മൾ കടുകൊക്കെ താളിച്ച് കഴിഞ്ഞിട്ട് ഇത് വഴറ്റിയെടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിതാ ഇപ്പം ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഈ ഒരു സമയത്ത് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ ചുമ്മാ കഴിക്കുന്ന സമയത്തുള്ള ടേസ്റ്റ് അല്ല, ഈ നമ്മൾ വാട്ടിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും വേറെ തന്നെ മാറി നിൽക്കും. ഞാനൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അച്ചാറാണ്, അപ്പോൾ നമുക്ക് ഉപ്പ് എന്തായാലും വേണ്ടി വരും. പക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കല്ലുപ്പാണ് ഇടുന്നതെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കല്ലുപ്പിൻ്റെ അളവറിയാത്തവരുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് പൊടിയാക്കിയിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് യൂസ് ചെയ്യാം. ഇതിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് ഈ ഒരു കാമ്പിനകത്തുനിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇത് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി സാധനം ഇട്ട് കഴിഞ്ഞാലും അതൊന്ന് വാടി വരുമ്പം അതൊന്ന് താണു നിൽക്കും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി
വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. 2-3 പാത്രമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇനി വഴറ്റി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി അതിനകത്തുനിന്ന് എണ്ണ ഊറ്റിയെടുക്കണ പോലെ തന്നെ എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ താളിച്ച് കൊടുക്കാനാണ് പോകുന്നത്. ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന കാമ്പിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇതിന് അളവിൽ, അതായത് ഈ മുളക് പൊടിയുടെ അളവിൽ കുറച്ച് ചെറുതായിട്ട് വ്യത്യാസം വരുത്താം. അതിനുശേഷം ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ നിങ്ങൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൊടി ഇല്ലാത്ത കാരണം ഉലുവ തന്നെ അങ്ങ് ഇട്ട് പൊട്ടിക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉലുവ എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. അതിന് ശേഷം വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇടുന്നത് കറിവേപ്പിലയാണ്. നല്ല നാടൻ കറിവേപ്പില 2 തണ്ട് ആദ്യം തന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അളവെന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3-4 പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കാന്താരി വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. പച്ചമുളകിന് പകരം കാന്താരി ഒരു 5-6 എണ്ണം ഇതുപോലെ നടുവേ കീറിയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇതൊന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ വാടി വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് മൂക്കിലിങ്ങനെ അടിച്ച് കയറും. നമ്മൾ ഇഞ്ചിയൊക്കെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചോപ്പറിലിട്ടോ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണ്ടത് അച്ചാർ പൊടി വേണം, അതുപോലെ തന്നെ മുളക് പൊടി വേണം, പിന്നെ ഉപ്പ് വേണം, കായപ്പൊടി വേണം. അപ്പോൾ ഉലുവയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉലുവയുടെ പൊടിയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവുകൾ ചേർത്ത് കൊടുക്കാം. അപ്പം ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അച്ചാർ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാക്കറ്റ് അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കയ്യിൽ നിങ്ങൾ വീട്ടിൽ അച്ചാർ പൊടി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അച്ചാർ പൊടി എടുക്കാം. നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങിച്ചാൽ മതി. ഇവിടെ അധികം ഈസ്റ്റേണിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണിനടുത്ത് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അളവിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യും. ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കണം. അല്ലെങ്കിൽ കായം ഉണ്ടല്ലോ, നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന കായം, അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ശരിക്ക് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തെങ്ങിൻ്റെ കാമ്പ് അല്ലെങ്കിൽ കണ്ട ഇട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കായത്തിൻ്റെ മുഴുവനായിട്ടുള്ള കായാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവറായിട്ട് അങ്ങ് വെള്ളമുള്ള ടൈപ്പ് അച്ചാറല്ല, ഏകദേശം ഒരു വഴറ്റി ഇതുപോലെ ഇരിക്കും ഈ ഒരു പിക്കിള്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനെഗറും ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. വൈറ്റ് വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്.
അതുപോലെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ഇച്ചിരിയും കൂടി ലൂസായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ ഒരു പിക്കിള് എന്താ പറയുക, കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിനെഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങ് ഇളകി മിക്സായിട്ട് കിട്ടും. തീ നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ പൊടി ഇടുന്ന സമയത്ത് തന്നെ തീ നമ്മൾ ലോ ആക്കിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് എരിവ് അങ്ങനെ കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ കുറച്ച് അച്ചാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാണ്. എരിവ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് സാധാരണ നോർമൽ ഈ ഒരു ചെറിയൊരു അളവിൽ മസാലയുടെ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേക ടേസ്റ്റ് ഫീലാണ്. ചുമ്മാ കഴിക്കാനും നമുക്കിത് പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് തണിയുമ്പോൾ കുറച്ചും കൂടി അത് തിക്കാവന്നെ ചെയ്യുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ഓവറായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ട. ഈ ഒരു രീതിയിലുള്ള ചെറിയൊരു റോസ്റ്റ് പോലെയാണ് നമ്മൾ ഈ ഒരു പിക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ കണ്ട പിക്കിള്. അപ്പോൾ എല്ലാവരും ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. തെങ്ങൊക്കെ മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ തെങ്ങിൻ്റെ കണ്ട പിക്കിള്. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മുടെ അച്ചാർ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇച്ചിരി കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താണ്. അതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ വിനെഗർ വേണമെന്നുണ്ടെങ്കിൽ വിനെഗറും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ്. ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കാതെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ തെങ്ങിൻ്റെ മണ്ട അല്ലെങ്കിൽ കാമ്പ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പിക്കിൾ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ തെങ്ങിൻ്റെ പൂക്കുല വെച്ച് ലേഹ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പൂക്കുല എടുത്ത് വെച്ചിരുന്നു, പക്ഷേ ആ സമയത്ത് സുഖമില്ലാണ്ടായ കാരണം എനിക്ക് ലേഹ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വേറൊരു അവസ്ഥയിൽ ഇനി കിട്ടുകയാണെങ്കിൽ അന്നേരം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒരല്പം പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് അറിക്കഴിയുന്ന സമയത്ത് നമുക്ക് നല്ല ഉണങ്ങിയ ചില്ല് ബോട്ടിൽ, നല്ല വൃത്തിയിൽ തുടച്ച് വൃത്തിയാക്കിയ ചില്ല് ബോട്ടിലിനകത്തോട്ട് അച്ചാർ പകർത്താം. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. പുറത്ത് വെക്കേണ്ട, വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് പുറത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ തീരും. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കഴിച്ചോളും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു പിക്കിളിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സബ്.